welcome to Karmishi family. In today's video ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു റിസൾട്ട് ആണ്. നിങ്ങൾ ഇതേ കണ്ടില്ല എന്താണ് റിസൾട്ട് എന്നുള്ളത് തംബ്നെയിലൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനു പിന്നെ നമ്മുടെ ബേസിക് അപ്ഡേറ്റ് എന്താണെന്ന് പറയണ്ടേ? ബേസിക് അപ്ഡേറ്റ് ഇതൊരു ഷുഗർ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു ഡ്രസ്സാണിത്. ലിപ്സ്റ്റിക്ക് പർപ്പിളിൻ്റെ ആണ്. ഫ്രം നെവർ ടു ഫോറെവർ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതൊക്കെ ചാടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇടാം. അപ്പോൾ ഞാൻ എന്താ റിസൾട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1.5 മാസം മുമ്പ് ഞാൻ ഒരു ഐലാഷ് ചാലഞ്ച് എടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരായി ഇങ്ങനെ അക്ഷമരായിട്ട് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ചേച്ചി ഈ ഐലാഷ് ചാലഞ്ച് എടുത്തിട്ട് എന്തായി എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഐലാഷ് ചാലഞ്ചിൻ്റെ റിസൾട്ട് പറയാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു പനി വന്നപ്പോൾ ഒരു 2 വീക്സ് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരോട് ഞാൻ മറുപടി പറഞ്ഞ് ഞാനിങ്ങനെ മടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ ആയിട്ട് ഇടാം. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കാര്യം കൂടി നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐലാഷ് ചലഞ്ച് എടുത്തിട്ട് ഞാൻ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഐലാഷ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാലും ഞാനിപ്പോൾ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കുറച്ചൊന്ന് ഗ്രോത്ത് ആയിട്ടുണ്ട്. അത് പക്ഷേ കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു ഇടയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ക്ലോസപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എൻ്റെ ഐലാഷ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയും. നേരത്തെ ഞാൻ എടുത്തിരുന്ന പിക്കോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ അല്ല, പിക്ക് എടുത്തിട്ടുണ്ട്. പിക്ക് ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ പിന്നെ മസ്കാര അങ്ങനെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് പ്ലെയിൻ ഇതാണ്. നിങ്ങൾ വിചാരിക്കരുത് ചേച്ചി മസ്കാര ഇട്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾക്ക് ക്ലോസപ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നോർമലി ഒരു റൂൾ ഉണ്ട്. ഓക്കെ, ആ റൂള് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ കെയർ ആണെങ്കിലും വണ്ണം കുറയ്ക്കാനാണെങ്കിലും എന്ത് ബ്യൂട്ടി റെജിം ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു കോട്ടാണത്. ആ കോട്ടാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ശരിക്കും പറയാനുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇത് പറയുന്നതേ ഉള്ളൂ. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ അറിയാൻ, നമ്മളുടെ ചേഞ്ച് അറിയാൻ വേണ്ടി 4 ആഴ്ച എടുക്കും എന്നാണ്. ഓക്കെ, ആ ചേഞ്ച് നമ്മുടെ ഫ്രണ്ട്സിന് മനസ്സിലാകാൻ 8 ആഴ്ച എടുക്കും എന്നാണ്. ഇനി അത് നമ്മുടെ നാട്ടുകാർക്ക്, അതായത് ലോകത്തിന് നമ്മളെ കാണുമ്പോൾ ആ ചേഞ്ച് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 12 ആഴ്ച എടുക്കും എന്നാണ്. മനസ്സിലായോ നിങ്ങൾക്കിപ്പോൾ? അതായത് 4, 8, 12 ഇങ്ങനെയാണ് പോവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരിക്കലും വിചാരിക്കരുത് അയ്യോ ചേഞ്ച് ആരും പറയുന്നില്ലല്ലോ, ചേഞ്ച് കാണുന്നില്ലല്ലോ എന്നൊക്കെ. കാരണം 4 ആഴ്ച എന്ന് പറയുമ്പോൾ 1 മാസമാണ്. 1 മാസം നമ്മൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് തന്നെ ആ ഒരു ബോധം വരുള്ളൂ നമുക്ക് ചേഞ്ച് ആയി എന്നുള്ളത്. പിന്നെ ഫ്രണ്ട്സ് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ നോർമൽ റൂൾ എന്ന് പറയുന്നത് 8 ആഴ്ചയാണ്. 2 മന്ത്സിന് ശേഷമാണ് ഈവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് വരെ അത് മനസ്സിലാകുക. ഈവൻ 12 വീക്സ് എടുക്കും. അത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള അല്ലാത്ത ഇപ്പോൾ വല്ലപ്പോഴും കാണുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ശരിക്കും ലോകത്തിനൊക്കെ ആൾക്ക് നല്ല ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ അതായത് നല്ല പെട്ടെന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചർ ആയിട്ട് വരാനായിട്ട് 12 ആഴ്ച എടുക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു റൂള് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വെരി ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് ഈ 2 കാര്യമാണ് നിങ്ങളത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഈ ഒരു റൂള് ഓർത്ത് വെക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നവരെ സ്റ്റേ ഹെൽത്തി.